അതന്നെയാണ് നമ്മൾ എടുക്കേണ്ട ഭാഗം. ഓക്കെ അൽഹംദുലില്ലാ, ദുൽദുൽ എടുത്തിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കിനി തുടരേണ്ട ഭാഗം ഇവിടുന്നാണ്. അതായത് ഒരാൾ ചന്തി ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് ഉറങ്ങിയാൽ വുളൂ മുറിയൂല എന്ന് പറഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഭാഗമാണ് വതയഖുനു റുയ. ഇനി ഓരോരുത്തർക്കും ഇനി ഉറങ്ങിയോ ഇല്ല എന്നൊക്കെ സംശയങ്ങൾ വരും. അതിന്റെ ഇടയിൽ ഒരു ഭാഗം വിട്ടുപോയോ? ദുൽദുൽ വമഖറുഹു തജാഫിൻ എന്നതിന് ശേഷമുള്ള ഒരു ഭാഗം ദുൽദുൽ വിട്ടുപോയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. വലൈസ ബൈന മഖഅദിഹി വമഖദിഹി തജാഫിൻ, അത് കഴിഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അത് ടെക്സ്റ്റ് ചെയ്യും. ദുൽദുൽ വലൈസ ബൈന മഖഅദിഹി വമഖദിഹി തജാഫിൻ എന്ന് കഴിഞ്ഞിട്ടൊരു ചെറിയ ഭാഗമുണ്ട്. ആ ഭാഗം മുതലാണ് നമ്മൾ ഇന്ന് തുടരേണ്ടത്. ആ ഭാഗം ടെക്സ്റ്റ് ചെയ്യും. ഇതുണ്ട്. ഓക്കെ ഇപ്പം കിട്ടിയ ഭാഗമാണ് കൃത്യമായ ഭാഗം. മറ്റേത് ഏതെല്ലാം കൂടിച്ചേർന്ന ഭാഗമാണെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ദുൽദുൽ ടെക്സ്റ്റ് ചെയ്ത ഭാഗമാണ് നമുക്ക് ഓതേണ്ടത്. വയന്തഖിലു വുളൂഉ മുമക്കിനിൻ, ചന്തി ഉറപ്പിച്ച് ഉറങ്ങിയവന്റെ വുളൂഉ മുറിയൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ വയന്തഖിലു വുളൂഉ മുമക്കിനിൻ, ചന്തി ഉറപ്പിച്ച് സൗകര്യപ്പെടുത്തി ഉറങ്ങിയ ഒരാളുടെ വുളൂഉ മുറിയും. ഇന്തബഹ, അവൻ ഉണർന്നിരിക്കുന്നു. ബഅദ സവാലി അലിയത്തിഹി, അവന്റെ ചന്തിക്കെട്ട് നീങ്ങിയതിനു ശേഷം. അൻ മഖരിഹി, അവൻ നിലകൊള്ളുന്ന സ്ഥലത്ത് തൊട്ട്. അവന്റെ ഇരിപ്പിടം വളരെ കൃത്യമായി ഉറപ്പിച്ച് ഭദ്രമാക്കിയതിന് ശേഷമാണ് ഉറങ്ങിയത്. പക്ഷേ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ചന്തിക്കെട്ട് ഇരിപ്പിടത്തിൽ നിന്നും നീങ്ങിയിട്ടുണ്ട്. എങ്കിൽ അവന്റെ വുളൂഉ മുറിയുന്നതാണ്. വയന്തഖിലു വുളൂഉ മുമക്കിനിൻ, ചന്തി ഉറപ്പിച്ചുറങ്ങിയവന്റെ വുളൂഉ മുറിയും. ഇന്തബഹ, എങ്ങനെ ഉറങ്ങിയവനാണ്? അവൻ എഴുന്നേറ്റു. ബഅദ സവാലി അലിയത്തിഹി, അവന്റെ ചന്തിക്കെട്ട് നീങ്ങിയതിന് ശേഷം. അൻ മഖദിഹി, അവൻ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന്. ലാ വുളൂഉ ഷാക്കിൻ, അതേ സമയത്ത് ഒരു സംശയിച്ചവന്റെ വുളൂഉ മുറിയൂല. എന്താണ് സംശയം? ഹൽ കാന മുമക്കിനൻ ഔല, അവന് ചന്തിക്കെട്ട് സൗകര്യപ്പെടുത്തിയവനാണോ അല്ലേ എന്ന് പറഞ്ഞാൽ അവൻ കാര്യമായി ചന്തിക്കെട്ടൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടാണ് ഉറങ്ങിയത്. പക്ഷേ അവന് പിന്നീട് സംശയം വരികയാണ്, ഞാൻ അങ്ങനെയാണോ ഉറങ്ങിയത് അല്ലേ. എന്നാൽ അവന്റെ വുളൂഉ മുറിയൂല. അവനെ ചന്തിക്കെട്ട് സൗകര്യപ്പെടുത്തിയവനായി ഉറങ്ങിയവന്റെ ഹുക്മ് അവന് നൽകും. ലാ വുളൂഉ ഷാക്കിൻ, ഒരു സംശയിച്ചവന്റെ വുളൂഉ മുറിയുന്നതല്ല. എന്താണ് സംശയം? ഹൽ കാന മുമക്കിനൻ, അവൻ ചന്തിക്കെട്ട് സൗകര്യപ്പെടുത്തിയവനായിരുന്നോ ഔല, അല്ലായിരുന്നോ. അല്ലെങ്കിൽ ഔ ഹൽ സാലത്ത് അലിയത്തുഹു, അവന്റെ ചന്തിക്കെട്ട് നീങ്ങിയോ. ഖബലൽ യഖലത്തി ഔ ബഅലഹ, എഴുന്നേൽക്കുന്നത് ഉണരുന്നതിന് മുമ്പാണോ ശേഷമാണോ. ചന്തിക്കെട്ട് നീങ്ങിയത് ഉണർന്നതിന് ശേഷമാണോ മുമ്പാണോ എന്ന് സംശയിച്ചു. അങ്ങനെ സംശയിച്ച ഒരാളുടെ വുളൂഉം മുറിയുന്നതല്ല. വതയഖുനു റുയ, സ്വപ്നം കണ്ടു എന്ന് ഉറപ്പാണ്. മഅദനി തദക്കുരി നൗമിൻ, ഉറങ്ങിയത് ഓർമ്മയുമില്ല. അത് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതായത് അയാൾക്ക് ഉറങ്ങിയതിൽ വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് ഉറപ്പാവൽ മഅദനി തദക്കുരി നൗമിൻ, ഉറക്കം ഓർമ്മയില്ലാത്തതോടുകൂടി. ഉറങ്ങിയത് ഓർക്കുന്നില്ല, പക്ഷെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്കിൽ അവൻ ഉറങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ലാ അസറ ലഹു, അതിലേക്ക് ഫലമില്ല. അതിന്റെ പേരിൽ സ്വപ്നം കണ്ടു എന്ന് ഉറപ്പുണ്ടാവുകയും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഓർമ്മയുമുള്ളതോടുകൂടി സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ മാത്രം അവൻ ഉറങ്ങിയവനാണെന്ന് തീരുമാനിക്കുകയില്ല. ലാ അസറ ലഹു, ആ ഉറപ്പിന് യാതൊരു ഫലവും സ്വാധീനവും ഇല്ല. വതയഖുനു റുയ, സ്വപ്നം ഉറപ്പാവൽ. മഅദമി തദക്കുരി നൗമിൻ, ഉറക്കം ഓർമ്മയില്ലാത്തതോടുകൂടി. ഉറങ്ങി എന്ന വസ്തുത ഓർമ്മയില്ല, പക്ഷെ ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എങ്കിൽ ലാ അസറ ലഹു,
ആ സ്വപ്നത്തിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞാൽ അവൻ ഉറക്കമുള്ളവനായി ഉറങ്ങിയവനായി അവനെ വിലയിരുത്തുകയില്ല. ബിഖിലാഫിഹി മഅശ്ശക്കി, സംശയത്തോടുകൂടിയുള്ള സ്വപ്നത്തിനെതിരായി, ഫീഹി ഉറക്കി, ഉറങ്ങിയോ ഇല്ലേ എന്ന് സംശയം. നേരത്തെ പറഞ്ഞെടുത്ത് ഉറങ്ങിയില്ല എന്ന് ഉറപ്പാണ്, ഉറങ്ങിയിട്ടില്ല എന്നാണ് ഓർമ്മ, പക്ഷെ സ്വപ്നം ഉറപ്പായിട്ടുണ്ട്. അതേ സമയത്ത് ഉറങ്ങിയോ ഇല്ലേ എന്ന് സംശയിക്കുകയും കൂടെ സംശയമുണ്ട്, സ്വപ്നത്തെക്കുറിച്ച് ഉറപ്പും കിട്ടി. ഉറങ്ങിയോ ഇല്ലേ എന്നൊരു സംശയം, അതോടൊപ്പം സ്വപ്നം കണ്ട് സ്വപ്നത്തെ ഉറപ്പും, അങ്ങനെയുള്ളതിന് എതിരായ നിലയിൽ ബിഖിലാഫിഹി, സ്വപ്നം ഉറപ്പായതിന് എതിരുകൊണ്ട്, മഅശ്ശക്കി ഫീഹി ഉറക്കിൽ സംശയിക്കുന്നതോടുകൂടി, അങ്ങനെയാണെങ്കിൽ വുദൂ മുറിയും. ഒരാൾ ഉറങ്ങിയോ ഇല്ലെന്ന് സംശയിക്കുന്നു, സ്വപ്നം കണ്ടു എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു, എന്നാൽ അവൻ ഉറങ്ങിയവനായി അവനെ വിലയിരുത്താം. എന്തുകൊണ്ട്? ലി അന്നഹ, അവൻ, ലി അന്നഹ നിശ്ചയം ആ സ്വപ്നം, മുറജ്ജിഹത്തുൻ ബലപ്പെടുത്തുന്നു, ലി അഹദി ത്വറഫൈഹി അവന്റെ രണ്ടു ഭാഗങ്ങളിൽ ഒരു ഭാഗത്തെ, ഉറങ്ങിയോ ഇല്ലേ എന്ന സംശയത്തിൽ നിന്നും ഉറങ്ങി എന്ന ഭാഗത്തെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയവനായി തീരുമാനിക്കപ്പെടും. ഉറങ്ങിയോ ഇല്ലേ എന്ന് സംശയിക്കപ്പെടുകയും സ്വപ്നം കണ്ടത് ഉറപ്പാവുകയും ചെയ്താൽ, കണ്ട സ്വപ്നത്തെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവൻ ഉറങ്ങി എന്നതിലേക്ക് കൂടുതൽ മാർഗമുണ്ട്. അതുകൊണ്ട് അവൻ അല്ലാതെ വെറും ഉറങ്ങിയത് ഉറപ്പില്ലാതിരിക്കുകയും ഉറങ്ങിയത് ഓർമ്മയില്ലാത്തതോടുകൂടി സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ മാത്രം ഉറങ്ങി എന്നതിന്റെ പേരിൽ വുളൂ മുറിയുന്നതായി പറയാൻ പറ്റില്ല എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തിയത്. മനസ്സിലായിരിക്കും. വസാലിസുഹ, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത്, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത്, മസ്സു ഫർജി ആദമിയിൻ, മനുഷ്യന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാകുന്നു. മനുഷ്യന്റെ ഗുഹ്യഭാഗം തൊടലാണ്. ഔ മഹല്ലി ഖത്ഇഹി, അല്ലെങ്കിൽ അവന്റെ മുറിച്ച ഭാഗം, ആദമിയന്റെ മുറിച്ച ഭാഗം തൊട്ടാലും മതി. ഇപ്പോൾ മനുഷ്യനിൽ നിന്നും മുറിക്കപ്പെട്ട സാധനമാണ്, അത് തൊട്ടാലും മതി. മസ്സു ഫർജി ആദമിയൻ, ആദമിയന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. ഔ മഹല്ല് ഖത്ഇഹി, ഗുഹ്യഭാഗം മുറിക്കപ്പെട്ട സ്ഥലം സ്പർശിക്കാം. ഒരാളുടെ ഗുഹ്യഭാഗം മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപകടത്തിലോ മറ്റോ പരിക്കുവന്നു മുറിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിൽ ഭംഗം വരികയൊക്കെ ചെയ്തു, എന്നാലും ആ സ്ഥലം തൊട്ടാലും വുളൂ മുറിയും. മസ്സു ഫർജി ആദമിയിൻ, ആദമിയന്റെ മനുഷ്യന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. ഔ മഹല്ല് ഖത്ഇഹി, ഗുഹ്യഭാഗം മുറിക്കപ്പെട്ടതിന്റെ സ്ഥലം സ്പർശിക്കലാണ്. വലൗലി മയ്യത്തിൻ, അത് മയ്യത്തിനിക്കുള്ളതാണെങ്കിലും, എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റേതാണ്, മയ്യത്തിന്റെ ഗുഹ്യഭാഗമാണ് തൊട്ടതെങ്കിലും തൊട്ടവന്റെ വുളൂ മുറിയും. ഔ സഗീരിൻ, ചെറിയ കുട്ടിയുടേതാണെങ്കിലും, ചെറിയ കുട്ടികളുടേതാണ് ഗുഹ്യഭാഗം സ്പർശിച്ചതെങ്കിലും തൊട്ടവന്റെ വുളൂ മുറിയുന്നതാണ്. ഖുബുലൻ കാനൽ ഫർജു ഔ ദുബുറ, ആ ഗുഹ്യഭാഗം അത് മുൻഭാഗട്ടെ പിൻഭാഗമാവട്ടെ. ഖുബുലൻ കാനൽ ഫർജു ഔ ദുബുറ, ആ ഗുഹ്യഭാഗം ഫർജ് മുൻഭാഗമാവട്ടെ പിൻഭാഗമാവട്ടെ. മുത്തസിലൻ ഔ മഖ്തുഅൻ, അത് അവനുമായി ചേർന്ന് നിൽക്കുന്നതാവട്ടെ അല്ലെങ്കിൽ അവനിൽ നിന്നും വിട്ടുപിരിക്കപ്പെട്ട മുറിക്കപ്പെട്ടതാവട്ടെ. ഇല്ലാ മാ ഖുതിഅ ഫിൽ ഖിത്താനി, മാർക്കം ചെയ്യുന്ന സന്ദർഭത്തിൽ മുറിക്കപ്പെട്ട ഒന്നൊഴികെ. മാർക്കം ചെയ്തപ്പോൾ മുറിക്കപ്പെട്ട ഒന്ന് തൊട്ടാൽ വുളൂ മുറിയൂല. അല്ലാതെ ഒരാളുടെ ഗുഹ്യഭാഗം മുറിച്ചു, എന്നാൽ ആ മുറിച്ച ഭാഗം തൊട്ടാലും വുളൂ മുറിയുന്നതാണ്. മനസ്സിലായി കാണും. നേരത്തെ പറഞ്ഞത് ഗുഹ്യഭാഗം തൊടുക അല്ലെങ്കിൽ ഗുഹ്യഭാഗം മുറിച്ച സ്ഥലം തൊടുക, മുറിച്ച സ്ഥലമാണ്, ഗുഹ്യഭാഗമല്ല. പിന്നെ ഇപ്പം പറയുന്നത് ഗുഹ്യഭാഗം ജീവിച്ചിരിക്കുന്ന ആദമിയനോട് ചേർന്നതാവട്ടെ അല്ലെങ്കിൽ ആദമിയിൽ നിന്ന് വേർപിരിക്കപ്പെട്ടതാവട്ടെ, ഏതായാലും മുറിയും. അതേസമയത്ത് മാർക്കം ചെയ്യുമ്പോൾ, ഖിത്താൻ ചെയ്യുമ്പോൾ, സുന്നത്ത് കല്യാണം ചെയ്യുമ്പോൾ മുറിക്കപ്പെടുന്ന ഭാഗം തൊട്ടതിന്റെ പേരിൽ വുളൂ മുറിയൂല. വസാലിസുഹ, മൂന്നാമത്തെ വുളൂ മുറിയുന്ന കാര്യം, മസ്സു ഫർജി ആദമിയിൻ, ആദമിയിന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. ഔ മഹല്ലി ഖത്ഇഹി, അല്ലെങ്കിൽ ആദമിയിന്റെ ഗുഹ്യഭാഗം മുറിക്കപ്പെട്ട സ്ഥലം സ്പർശിക്കലാണ്. വലൗലി മയ്യത്തിൻ, അത് മയ്യത്തിനിക്കുള്ളതാണെങ്കിലും, ഔ സഗീരിൻ, ചെറിയ കുട്ടിയുടേതാണെങ്കിലും, ഖുബുലൻ കാനൽ ഫർജു ഔ ദുബുറ, ആ ഗുഹ്യഭാഗം അത് മുൻഭാഗമാവട്ടെ പിൻദ്വാരമാവട്ടെ. മുത്തസിലൻ ഔ മഖ്തുഅൻ,
ചേർന്ന് നിൽക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വേർതിരിപ്പിക്കപ്പെട്ടതാവട്ടെ ഛേദിക്കപ്പെട്ടതാവട്ടെ ഇല്ലാമാ ഖുതിഅ ഫിൽ ഖിതാനി മാർക്ക സന്ദർഭത്തിൽ മുറിക്കപ്പെട്ട ഒന്നൊഴികെ. എന്നാൽ വന്നാഖിബു മിനദ്ദുബുരി, ദുബുറിൽ പിന്ദ്വാരം എന്ന് പറഞ്ഞാൽ മൊത്തം ചന്തിക്കെട്ടിനെ കുറിച്ചല്ല പിന്ദ്വാരം എന്ന് പറയുന്നത്. മൊത്തം ചന്തിക്കെട്ടിന്റെ ഭാഗം തൊട്ടതുകൊണ്ട് വുളു മുറിയുകയുമില്ല. വന്നാഖിബു മിനദ്ദുബുരി, പിന്ദ്വാരത്തിൽ നിന്ന് വുളു മുറിക്കുന്ന സംഭവം മുൽത്തഖൽ മംഫദി, രണ്ട് ദ്വാരവും ചേർന്ന് നിൽക്കുന്ന സ്ഥലം. വന്നാഖിബു മിനദ്ദുബുരി, ദുബുറിൽ നിന്നും വുളു മുറിയുന്ന സ്ഥലം എന്ന് പറയുന്നത് മുൽത്തഖൽ മംഫദി, രണ്ട് ദ്വാരവും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. അവിടെ മുറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ചന്തിക്കെട്ടിന്റെ ഇപ്പുറത്തു ഭാഗമുള്ള ഭാഗം തൊട്ടാൽ വുളു മുറിയൂല. വന്നാഖിബു മിനദ്ദുബുരി, ദുബറിൽ നിന്നും വുളു മുറിക്കുന്നത് മുൽത്തഖൽ മംഫദി, രണ്ട് ദ്വാരവും സന്ധിക്കുന്ന സ്ഥലമാണ്. വമിൻ ഖുബുലിൽ മർഅത്തി, പെണ്ണിന്റെ മുൻദ്വാരത്തിൽ നിന്ന് വുളു മുറിക്കുന്നത് മുൽത്തഖാ ശുഫ്രൈഹ, അവളുടെ ഇരു യോനികളും അവരുടെ രണ്ട് ശുഫ്ർ, മുൽത്തഖാ ശുഫ്രൈഹ അലൽ മംഫദി, ദ്വാരത്തിന്മേൽ അവളുടെ രണ്ടു ഭാഗങ്ങൾ സന്ധിക്കുന്ന സ്ഥലമാണ്. ലാ മാ വറഅഹുമ, അവരണ്ടിന്റെയും അപ്പുറത്തുള്ള ഭാഗമല്ല. സഹോദരിമാരുടെ മുൻദ്വാരത്തിൽ നിന്ന് അവരുടെ രണ്ട് യോനികളും ദ്വാരത്തിന്മേൽ സന്ധിക്കുന്ന സ്ഥലമാണ്. ലാ മാ വറഅഹുമ, അവരണ്ടിന്റെയും അപ്പുറത്തുള്ള ഭാഗമല്ല. കമഹല്ല് ഖിത്വാനിഹ, പെണ്ണിന്റെ മാർക്കം ചെയ്യുന്ന സ്ഥലം പോലെ. ആ സ്ഥലം തൊട്ടാ വുളു മുറിയൂല എന്നർത്ഥം. വന്നാഖിബു മിനദ്ദുബുരി, ദുബുറിൽ നിന്നും വുളു മുറിക്കുന്ന സ്ഥലം മുൽത്തഖൽ മംഫദി, രണ്ട് ദ്വാരം സംഗമിക്കുന്ന സ്ഥലമാണ്. രണ്ട് ദ്വാരം സംഗമിക്കുന്ന സ്ഥലമാണ്. മുൽത്തഖൽ മംഫദി, ദ്വാരത്തിന്റെ മുൽത്തഖൽ മംഫദി എന്നാണ്. മുൽത്തഖൽ മംഫദി, ദ്വാരത്തിന്റെ ദ്വാരം രണ്ടും സംഗമിക്കുന്ന സ്ഥലമാണ്. ദ്വാരം സംഗമിക്കുന്ന സ്ഥലം, രണ്ട് ദ്വാരവും സംഗമിക്കുന്ന സ്ഥലം. വമിൻ ഖുബുലിൽ മർഅത്തി, പെണ്ണിന്റെ മുൻദ്വാരത്തിൽ നിന്ന് വുളു മുറിക്കുന്നത് മുൽത്തഖാ ശുഫ്രൈഹ അലൽ മംഫദി, ദ്വാരത്തിന്മേൽ അവളുടെ രണ്ട് ഭാഗവും സന്ധിക്കുന്ന സ്ഥലമാണ്. ലാ മാ വറഅഹുമ, അവരണ്ടിന്റെയും അപ്പുറത്തുള്ള സ്ഥലമല്ല. കമഹല്ല് ഖിതാനിഹ, അവളുടെ മാർക്കം ചെയ്യുന്ന സ്ഥലം പോലെ. നഅം, എങ്കിലും ആ ശുഫ്രൈഹ എന്നുള്ള പദത്തിന്റെ ലഫ്ളർത്ഥം അല്പം കൃത്യമായി ഓർക്കുന്നില്ല. ഏതായാലും രണ്ടു ഭാഗം എന്നർത്ഥം, പരസ്പരം സന്ധിക്കുന്ന ഭാഗം എന്നാണ് അർത്ഥം ശുഫ്ര. ലാമാ വറഅഹുമ, അവർ രണ്ടിന്റെ അപ്പുറത്തുള്ളതല്ല. കമഹല്ല് ഖിതാനിഹ, അവളുടെ മാർക്കം ചെയ്യുന്ന സ്ഥലം പോലെ. ഒരൊറ്റ മിനിറ്റ്. ശുഫ്ർ എന്ന് പറഞ്ഞാൽ തെല്ല്, ഭാഗം എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ രണ്ട് തെല്ലുകളിലും സന്ധിക്കുന്ന സ്ഥലം. അൽ മംഫദി, ദ്വാരത്തിന്മേൽ. മുൽത്തഖാ ശുഫ്രൈഹ, പഴയ മലയാളത്തിൽ പ്രയോഗം പറയാറുണ്ട്, അത് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് നോക്കിയത്. രണ്ട് ഭാഗങ്ങൾ, രണ്ട് തെല്ലുകൾ എന്നൊക്കെ അർത്ഥം വെക്കാം. നഅം, എങ്കിലും യുന്തബുൽ വുളൂ സുന്നത്താക്കപ്പെടും. മിൻ മസ്സി നഹ്വിൽ ആനത്തി, ഗുഹ്യരോമം പോലോത്തത് സ്പർശിച്ചതിനാൽ, വുളൂ സുന്നത്താക്കപ്പെടും. അതുപോലെ വബാത്തിനിൽ അലിയത്തി, ചന്തിയുടെ ഉൾഭാഗം സ്പർശിച്ചതിന്റെ പേരിലും വുളൂ സുന്നത്താണ്. വുളൂ മുറിയൂല. വുളൂ മുറിയണമെങ്കിൽ രണ്ട് ദ്വാരവും സന്ധിക്കുന്ന സ്ഥലം മാത്രമേ വുളൂ മുറിയുള്ളൂ. അതേസമയം ചന്തിയുടെ ഉൾഭാഗമായി വരുന്ന ഭാഗം സ്പർശിച്ചാലും വുളൂ മുറിയും. വൽ ഉൻസയൈനി, രണ്ട് ഉൻസയൈനി തൊട്ടാലും, ആണുങ്ങളുടെ രണ്ട് ഉൻസയൈനി തൊട്ടാലും വുളൂ മുറിയും. വശൈരിൻ നബത്ത ഫൗക ദക്കരിൻ,
മുൻദ്വാരത്തിന്റെ മുകളിൽ മുളച്ച രോമം തൊട്ടാലും വുളു മുറിയും. വുളു മുറിയൂല, വുളു എടുക്കൽ സുന്നത്താണ്. വശൈരിൻ നബത്ത ഫൗക ദക്കരിൻ, മുൻ ദക്കറിന്റെ പുരുഷന്മാരുടെ ലിംഗത്തിന്റെ മുകളിൽ മുളച്ച രോമം സ്പർശിച്ചതിനാലും വുളു സുന്നത്താണ്. അസ്ലി ഫഖ്ദിൻ, തൊടയുടെ അടിസ്ഥാനം, തൊടയുടെ മെയിൻ ഭാഗം സ്പർശിച്ചതിന്റെ പേരിലും വുളു സുന്നത്താണ്. വുളു മുറിയൂല, വുളു എടുക്കൽ സുന്നത്താണ്. വലംസി സഗീറത്തിൻ, ചെറിയ കുട്ടിയെ സ്പർശിച്ചതിന്റെ പേരിലും വുളു സുന്നത്താണ്. ചെറിയ കുട്ടിയെ സ്പർശിച്ചതിന്റെ പേരിലും വുളു സുന്നത്താണ്. കാരണം ചെറിയ കുട്ടിയെ തൊട്ട വുളു ഒന്നും മുറിയൂല. എന്നാലും ചെറിയ കുട്ടിയെ ചെറിയ പെൺകുട്ടിയെ ആണുങ്ങൾ സ്പർശിച്ചാലും വുളു സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ മഹറമല്ലാത്ത ചെറിയ കുട്ടികൾ. അമ്രത, അതുപോലെ അമ്രദിനെ സ്പർശിച്ചാലും, അമ്രത് എന്ന് പറഞ്ഞാൽ താടി മുളക്കാൻ പ്രായമായി കൊണ്ടിരിക്കുന്ന ഏകദേശം 12, 13, 14, 15 വയസ്സുള്ള ആൺകുട്ടികൾക്കാണല്ലോ അമ്രത് എന്ന് പറയാം. അമ്രദിനെ തൊട്ടാലും വുളു എടുക്കൽ സുന്നത്താണ്. അബ്റസ, വെള്ളപ്പാണ്ട് രോഗിയെ തൊട്ടാലും വുളു ചെയ്യൽ സുന്നത്താണ്. യഹൂദിയിൽ, ജൂതനെ സ്പർശിച്ചാലും വുളു ചെയ്യൽ സുന്നത്താണ്. വമിൻ നഹവി ഫസ്ദിൻ, കൊമ്പ് വെപ്പിക്കൽ പോലോത്തതിനെ തൊട്ടും, പഴയകാലത്തുള്ള ചികിത്സാ രീതിയാണ് കൊമ്പ് വെപ്പിക്കലും കൊത്തിവെക്കലും. അത് ചെയ്താലും വുളു ചെയ്യൽ സുന്നത്താണ്. കാരണം കൊമ്പ് വെപ്പിക്കുകയും കൊത്തിവെപ്പിക്കുകയും ചെയ്യുമ്പോൾ രക്തം നമ്മുടെ ശരീരത്തിന് എടുക്കുന്ന പണിയാണ്. അത്തരം പണി മുഖേന വുളു മുറിയുമെന്ന ചില അഭിപ്രായമുണ്ട്, ചില മദ്ഹബിലും നമ്മുടെ മദ്ഹബിൽ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് അത് അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താലും വുളു എടുക്കൽ സുന്നത്താണ്. വമിൻ നഹ്വി ഫസ്ദിൻ, കൊത്തിവെക്കൽ പോലോത്തതിനെ തൊട്ടും വുളു ചെയ്യൽ സുന്നത്താണ്. വനദിരിൻ ബിശഹ്വത്തിൻ, വികാരത്തോടുകൂടി നോക്കിയാൽ വുളു മുറിയൂല, എന്നാലും വികാരത്തോടുകൂടി നോക്കൽ കൊണ്ടും വുളു ചെയ്യൽ സുന്നത്താണ്. വലൗ ഇലാ മഹ്റമിൻ, അത് തനിക്ക് വിവാഹബന്ധം ഹറാമായവരിലേക്കാണെങ്കിലും ശരി, തന്റെ പെങ്ങന്മാരിലേക്ക്, അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം സഹോദരിയെ ബലാത്സംഗം, സ്വന്തം സഹോദരിയെ വ്യഭിചരിച്ച് ഗർഭിണിയാക്കിയ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിതാവ് മകളിലേക്ക് കണ്ണുവെക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പ്രധാനമുണ്ട് ഈ വിഷയത്തിനൊക്കെ. വനദിരിമ്പി ശഹ്വത്തിൽ, വികാരത്തോടുകൂടി നോക്കൽ കൊണ്ട് വുളു ചെയ്യൽ സുന്നത്താണ്. വലൗ ഇലാ മഹ്റമിൻ, മഹ്റമിലേക്കാണെങ്കിലും ശരി, വിവാഹബന്ധം നിഷിദ്ധമായവരിലേക്കാണെങ്കിലും ശരി. വതലഫ്ഫുളിൻ ബിമഅസിയത്തിൻ, തിന്മ കൊണ്ട് മൊഴിയൽ മുഖേനയും വുളു ചെയ്യൽ സുന്നത്താണ്. വുളു മുറിയൂലെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അപ്പയും വുളു ചെയ്യൽ സുന്നത്താണ്. വഗളബിൻ, ദേഷ്യം പിടിച്ചതുകൊണ്ടും, ദേഷ്യം പിടിച്ചാലും വുളു ചെയ്യൽ സുന്നത്താണ്. വഹംലി മയ്യിത്തിൻ, മയ്യിത്തിനെ ചുമന്നതിനാലും, വമസ്സിഹി, മയ്യിത്തിനെ സ്പർശിച്ചതിനാലും വുളു ചെയ്യൽ സുന്നത്താണ്. വഖസ്സി വഫ്രിൻ, നഖം വെട്ടിയതിനാലും, വശാരിബിൻ, മീശ വെട്ടിയതിനാലും. നഖം വെട്ടലും സുന്നത്താണ്, മീശ വെട്ടലും സുന്നത്താണ്. താടി പറയാതിരുന്നത് അത് പൊതുവെ നമ്മൾ കൂടുതൽ ചെയ്യേണ്ട പണിയല്ലാത്തോണ്ടായിരിക്കാം. വഖസ്സി വഫ്രിൻ വശാരിബിൻ, നഖം വെട്ടിയതിനാലും മീശ വെട്ടിയതിനാലും സുന്നത്താണ്. വഹൽഖി റഅ്സിഹി, അവന്റെ തല വടിച്ചതിനാലും, തല വടിച്ചാലും വുളു ചെയ്യൽ സുന്നത്താണ്. വഖറജ ബി ആദമിയിൻ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ വുളു മുറിയുന്ന കാര്യം ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. മനുഷ്യന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്, അല്ലെ? മനുഷ്യന്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മറ്റു കന്നുകാലികളുടേതോ മറ്റോ ജീവികളുടേതോ ഗുഹ്യഭാഗം സ്പർശിച്ചതുകൊണ്ട് വുളു മുറിയൂല. വഖറജ ബി ആദമിയിൻ, ആദമീ എന്നതുകൊണ്ട് പുറത്തുപോയി, മനുഷ്യന്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി. ഫർജുൽ ബഹീമത്തി, മറ്റു ജന്തുക്കളുടെ ഫർജ് ഗുഹ്യഭാഗം, നാൽക്കാലിയുടെ ഫർജ് ഗുഹ്യഭാഗം പുറത്തുപോയി, അത് തൊട്ടതുകൊണ്ട് വുളു മുറിയൂല. കാരണം ഇത് ലാ യുസ്തഹ, കന്നുകാലികളുടെ ഗുഹ്യഭാഗത്തെ ആഗ്രഹിക്കപ്പെടൂല. മൃഗത്തെയും വീഴ്ച ചെയ്യുന്ന ഒരു യുഗത്തിൽ ഇത് എത്രത്തോളം ആലോചിക്കണം എന്നറിയില്ല. ഏതായാലും ഫുഖഹാ പറഞ്ഞത് പൊതുവിൽ മൃഗത്തിന്റെ ഗുഹ്യഭാഗത്തെയും മറ്റുമൊന്നും ആളുകൾ വീഴ്ച ചെയ്യാനോ മറ്റോ ആഗ്രഹിക്കുകയില്ല എന്നാണ്. ഇത് ലാ യുസ്തഹ, അത് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നതല്ല. വമിൻ സമ്മ, അക്കാരണം കൊണ്ട് തന്നെ ജാസൻ നദറു ഇലൈഹി, കന്നുകാലികളുടെയും മറ്റു നാൽക്കാലികളുടെയും ഗുഹ്യഭാഗത്തിലേക്ക് നോക്കൽ ജായിസാണ്. കാരണം അത് മുസ്തഹയല്ല, ആഗ്രഹിക്കപ്പെടുന്ന വസ്തുവല്ല.
ഫുഖഹാഇന്റെ ചർച്ച വല്ലാത്തൊരു വിശാലമായ രൂപത്തിലേക്കാണ്. വിശാലമായ രൂപത്തിലാണ് ചർച്ചകളൊക്കെ പലപ്പോഴും ചെയ്യാം. നമ്മൾ ആലോചിക്കണം, ആദമീയല്ലാത്തതിന്റെ ഗുഹ്യഭാഗം തൊട്ടാൽ എന്തിനാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? സ്വാഭാവികമാണ്, ആവശ്യമില്ലെങ്കിലും ഇതുണ്ടെങ്കിലും ഒക്കെ കടന്നു വരുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ആവശ്യമാകുന്ന ഒരു മസലയാണ്. അപ്പം ആദമീയല്ലാത്തവരുടെ ഗുഹ്യഭാഗം തൊട്ടാൽ വുളൂ മുറിയൂല. ഇനി എങ്ങനെ തൊട്ടാലാണ് വുളൂ മുറിയുക? നമുക്കൊക്കെ അറിയാം, ബി ബത്തുനി കഫിൻ, മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടണം. മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാലേ വുളൂ മുറിയുള്ളൂ. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുകൊണ്ട്, മമ്മസ്സ ഫർജഹു, ആരെങ്കിലും തന്റെ ഗുഹ്യഭാഗം സ്പർശിച്ചാൽ, വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മമ്മസ്സ ദക്കറന്ന, ദക്കർ തൊട്ടാൽ, ദക്കർ എന്ന് പറഞ്ഞാൽ ആണ് പുരുഷന്മാരുടെ മുൻദ്വാരത്തിനാണ് ദക്കർ എന്ന് പറയാം. രണ്ടും ഒരു ഹദീസിൽ ഇങ്ങനെയാണുള്ളത് മൻ മസ്സ ഫർജഹു എന്നാണ്, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മമ്മസ്സ ദക്കർ എന്നാണ്. ഏതായാലും കുഴപ്പമില്ല, ഫർജ് ആദ്യത്തേൽ ആമായതും മറ്റൊന്നിൽ ഖാസായതും പറഞ്ഞു എന്ന് മാത്രം. മമ്മസ്സ ദക്കറൻ, മുൻദ്വാരം തൊട്ടാൽ ഫല്യതവല്ല, അവൻ വുളൂ ചെയ്യട്ടെ എന്നാണ്. അപ്പൊ മസ് എന്ന് പറഞ്ഞ പ്രയോഗം നടക്കുന്നത് കൈകൊണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പർശിച്ചത്. ഏതായാലും ഗുഹ്യഭാഗം തൊട്ടാൽ വുളൂ മുറിയൂല എന്ന് പറഞ്ഞ ആളുകളുണ്ടോ എന്ന് സംശയമുണ്ട്. ഹദീസ് ഇങ്ങനെയുണ്ട്. ഈ ഹദീസാണ് ശാഫിഈ മദ്ഹബുകാർക്ക് അവലംബം. ഈ ഹദീസിന്റെ ന്യൂനതകളും മറ്റും അവർ കൊണ്ടുവരേണ്ടി വരും. ഗുഹ്യഭാഗം തൊട്ടാൽ വുളൂ മുറിയും. വബത്തുനുൽ കഫി, കയ്യിന്റെ പള്ള എന്ന് പറയുന്നത് മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടണമെന്നാ പറഞ്ഞത്. എന്താണ് ഈ മുൻകൈയിന്റെ പള്ള? മുൻകൈയിന്റെ പള്ള എന്ന് പറയുന്നത് ഹുവ ബത്തുനു റാഹത്തൈനി, രണ്ട് ഉള്ളം കൈയിന്റെ ഉള്ള. ബത്തുനു റാഹത്തൈൻ, റാഹത്ത് എന്ന് പറഞ്ഞാൽ വരലില്ലാത്ത മുൻകൈയിന്റെ മറ്റു ഭാഗത്തിനാണ് റാഹത്ത് എന്ന് പറയാം. രണ്ട് ഉള്ളം കൈയുടെ ഉൾഭാഗമാണ്. ബത്തുനുൽ അസാബി, വിരലുകളുടെ ഉൾഭാഗവുമാണ്. വൽ മുൻഹരിഫി ഇലൈഹിമ, ഇവ രണ്ടിലേക്കും, ഉള്ളം കൈയിലേക്കും വരലുകളിലേക്കും തെറ്റി വീഴുന്നതുമാണ്. ഇന്ദിബാഖിഹിമ, രണ്ട് കൈയും ചേർന്ന് വെക്കുമ്പോൾ, രണ്ട് കൈയും ഒന്നിച്ചു വെക്കുമ്പോൾ ഇവ രണ്ടിലേക്കും വീഴുന്ന രൂപത്തിലുള്ള ഭാഗം, അതും ഈ ഉള്ളിൽ പെടുന്നതാണ്. മയസീരി തഹാമുലിൻ, അല്പം ഭാരം കൊടുക്കലോടുകൂടി അവ രണ്ടും കൂട്ടിമുട്ടുമ്പോൾ, രണ്ടും ഒന്നിച്ചു വെക്കുമ്പോൾ അവകളിലേക്ക് തിരിഞ്ഞു വീഴുന്ന ഭാഗവും ഏതാണ്? ഉൾഭാഗത്തിൽപ്പെട്ടതാണ്. ദൂന റൂസിൽ അസാബി, വിരലുകളുടെ തെല്ലുകൾ ഒഴിവാണ്. വിരലുകളുടെ തെല്ലുകൾ കൊണ്ട് തൊട്ടാൽ വുളൂ മുറിയൂല. വമാ ബൈനഹുമാ, വിരലുകൾക്കിടയിലുള്ള ഒന്നുകൊണ്ടും, വിരലുകൾക്കിടയിലുള്ള ചില ഭാഗം ഉണ്ടാവും, ആ ഭാഗം കൊണ്ട് തൊട്ടാലും വുളൂ മുറിയൂല. വഹിറഫിൽ കഫി, മുൻകൈയിന്റെ സൈഡുകൾ കൊണ്ടും, വഹിറഫിൽ കഫി, മുൻകൈയിന്റെ സൈഡുകൾ കൊണ്ട് തൊട്ടാലും വുളൂ മുറിയുന്നതല്ല. അടുത്ത ഭാഗം ആരുല്ലേ? അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്, ദുൽദുൽ, ആരുല്ലേ? റഹ്മാൻ. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? തീർന്നു. അതെ. അപ്പൊ ഈ ഭാഗങ്ങൾ, അതുകൊണ്ട് പഴയകാലത്ത് ചില ഈ ഭാഗമൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ തമാശ പറയലുണ്ട്. രണ്ട് കൈന്റെ ഇടയിലൂടെ മുൻദ്വാരം പിടിച്ചിട്ട് മൂത്രമൊഴിച്ചാൽ വുളൂ മുറിയോ എന്ന് പഴയ കാലത്ത് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തൊടുന്നതിന്റെ ഭാഗം ഇങ്ങനെ കൃത്യമായി പഠിക്കുമ്പോ രണ്ടിന്റെ ഇടയിലൂടെ പിടിച്ചിട്ട് മൂത്രമൊഴിച്ചാൽ വുളൂ മുറിയോ? സംഭവം പെട്ടെന്ന് സ്വാഭാവികമായ ആളുകൾ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ്, ഇതെന്താ ചോദിച്ചേ? തൊടൽ ഇങ്ങനെ തൊട്ടാലേ വുളൂ മുറിയുള്ളൂ. ഇത് തൊടലല്ല, വുളൂ മൂത്രമൊഴിക്കലും കൂടി ചെയ്തിട്ടുണ്ട്, അത് ഓർക്കൂല. അതങ്ങനെയാണ്. ഏത് വിഷയമാണോ നമ്മൾ പറയുന്നത് ആ വിഷയത്തിൽ നമ്മുടെ കണ്ണ് നേരെ പോകുള്ളൂ. അങ്ങനെ ചോദിക്കാറുണ്ട് പഴയ കാലത്തൊക്കെ കുട്ടികൾ തമാശക്ക്. ഏതായാലും വുളൂഇന്റെ ഫർളുകളിൽ നിന്ന് നാലാമത്തേത്, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ നാലാമത്തേത്, തലാഖി ബശറത്തൈ ദകരിൻ വ ഉൻസ, ആണിന്റെയും പെണ്ണിന്റെയും രണ്ടുപേരുടെയും തൊലി തമ്മിൽ തൊലികളിൽ നിന്ന് തൊലി ചേരലാണ്. ആണിന്റെയും പെണ്ണിന്റെയും രണ്ട് തൊലി ചേരലാണ്. ആണിന്റെയും തൊലിയായിരിക്കണം, പെണ്ണിന്റെയും തൊലിയായിരിക്കണം. തലാഖി ബശറത്തൈ ദകരിൻ വ ഉൻസ, ആണിന്റെയും പെണ്ണിന്റെയും ഇരു തൊലികൾ ചേരലാണ്. ആണിന്റെ തൊലി പെണ്ണിന്റെ തൊലിയല്ലാത്ത ഭാഗത്തോട് ചേർന്നാൽ വുളൂ മുറിയൂല. പക്ഷെ ആണിന്റെയും പെണ്ണിന്റെയും രണ്ട് തൊലി തമ്മിൽ ചേരണം. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിൽ കാണാം, വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരുക എന്ന്. തലാഖീ ബശറത്തൈ ദകരിൻ വ ഉൻസ, ആണിന്റെയും പെണ്ണിന്റെയും രണ്ട് തൊലി ചേരലാണ്. ഇരു തൊലികൾ നടത്തും, രണ്ടുപേരുടെയും തൊലി.
വലൗ ബിലാ ശഹ്വത്തിൻ, അത് വികാരമൊന്നുമില്ലാതെയാണെങ്കിലും ശരി, ആ യാദൃശ്ചികമാണെങ്കിലും ശരി, വികാരമൊന്നും ഇല്ലാണ്ടാണെങ്കിലും ശരി, വുളൂ മുറിയും. വഇൻ കാന അഹദുഹുമാ മുക്റഹൻ, അവരിൽ ഒരാൾ നിർബന്ധിതനാണെങ്കിലും ശരി, നിർബന്ധിച്ചിട്ട് പെണ്ണിനെ തൊടാൻ പറഞ്ഞതാണ്, തൊട്ടിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് തൊട്ടതാണ്, എന്നാലും വുളൂ മുറിയും. തൊട്ടതിന് കുറ്റമുണ്ടോ ഇല്ലേ വേറെ, പക്ഷെ വുളൂ മുറിയുന്നിടത്ത് അത് ബാധകമല്ല. തൊട്ടത് എങ്ങനെയാണെങ്കിലും ശരി വുളൂ മുറിയും. ഔ മയ്യിത്തല്ല, മരിച്ചു കിടക്കുന്ന ആളാണ്. ഒരു പെണ്ണ് മരിച്ചു കിടക്കുമ്പോഴാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പം മരിച്ച മയ്യത്തിനെ കാണിപ്പിച്ചു കൊടുക്കും. അത് ആണാലും പെണ്ണാലും പരസ്പരം. പല നാടുകളിലും പൊതുവെ അങ്ങനെയാണ് കാണാറുള്ളത്. കാരണം അതൊരു തെറ്റല്ലാത്ത പോലെ എല്ലാവരും അങ്ങനെ മയ്യത്ത് കാണണം എന്നൊരു സ്ഥിതിയാണ്. മയ്യത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കുന്നതിന് അത്ര വലിയ ഉചിതമല്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ പോലും അന്യരായ ആളുകൾ ഒരു കാരണവശാലും കാണാനും പാടില്ല, അതും ഹറാമ് തന്നെയാണ്. കാരണം മരിച്ചാലും ആ വിഷയങ്ങളൊക്കെ ഹറാമുകളൊക്കെയും അപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നതാണ് വസ്തുത. ഏതായാലും പറഞ്ഞു വന്നത്, അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മയ്യത്തായ പെണ്ണിനെയാണ് ആണ് തൊട്ടു പോയത്, എന്നാലും വുളൂ മുറിയുമെന്ന് തന്നെ. വുളൂ മുറിയുന്നിടത്ത് അങ്ങനെ നിയമമൊന്നുമില്ല. മയ്യത്തിന്റേതല്ല, ഇവന്റെ മയ്യത്തിന്റെ വുളൂ മുറിയില്ല. അപ്പൊ ഏതായാലും വൈൻകാന അഹദുഹുമാ മുക്റഹൻ ഔ മയ്യിത്തൻ, അവരിൽ ഒരുത്തൻ നിർബന്ധിതമാണെങ്കിലും ശരി, നിർബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ശരി, ഔ മയ്യിത്തൻ, അല്ലെങ്കിൽ മയ്യത്താണെങ്കിലും ശരി. ലാക്കിൻ അതാ പറയുന്ന ലാ യൻഖുദു വുളൂഉൽ മയ്യിത്തി, മയ്യത്തിന്റെ വുളൂ മുറിയൂല. കാരണം മയ്യത്തിന്റെ വുളൂവിന് മുറിയാൻ പോന്നേയില്ല. എന്ത് സംഭവിച്ചാലും ഇപ്പറഞ്ഞ കാരണങ്ങൾ ഉണ്ടായാൽ പോലും മയ്യത്തിന്റെ വുളൂ മുറിയൂല. നമ്മൾ മയ്യത്തൊക്കെ കഫനൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മയ്യത്തിൽ നിന്ന് വല്ലതും മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വന്നാൽ പോലും ആ ഭാഗം ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ മതി. അതേ സമയത്ത് വുളൂവിനെ ബാധിക്കുന്നതല്ല, വുളൂ പിന്നെ വീണ്ടും എടുത്തു കൊടുക്കേണ്ടതൊന്നുമില്ല. ലാ യൻഖുദു വുളൂഉൽ മയ്യിത്തി, മുറിയാത്ത വുളൂ ആണ് മയ്യത്തിന്റെ വുളൂ. ലാ യൻഖുദു വുളൂഉൽ മയ്യിത്തി, മയ്യത്തിന്റെ വുളൂ മുറിയൂല. മറ്റൊരു മുറിയാത്ത വുളൂ കൂടി ഉണ്ട് സഹോദരങ്ങളുടെ ഉസ്താദന്മാരൊക്കെ, നമ്മുടെ സൂഫിയാക്കളൊക്കെ പറയുന്ന ഒരു വുളൂ ആണ്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. മയ്യത്തിന്റെ വുളൂ മുറിയൂല, വേറൊരു വുളൂ മുറിയാറില്ല. ആ വുളൂ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. ആ വുളൂ പ്രാധാന്യമുള്ളൊരു വുളൂവും കൂടിയാണ്. ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും വരുന്ന ഒരു സംശയവും കൂടിയുള്ള ഒരു വുളൂ ആണ്. അറിയുന്ന പ്രവർത്തകരോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ആരോ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, കാത്തിരിപ്പ് മാത്രമായി പോവും. അതെ, അബൂ സഫീദ്. അതെ, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉഷാറാണ്. ഉസ്താദ്മാരൊന്നല്ലല്ലോ, ഉസ്താദ്മാരാണ് പിന്നെ ഞാൻ ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഉറങ്ങുന്നതിന് മുമ്പ്, അതെ, ഉറങ്ങുന്നതിന് മുമ്പ് എടുത്തു ഭാര്യയെ സ്പർശിച്ചു, തൊട്ട വുളൂ മുറിയൂല എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ട് കാണാം. എന്ന് അതുക്കിയായിൽ പോലും ആ വിഷയം കാണാവുന്നതാണ്. അത് ഏതായാലും പറഞ്ഞു വന്നത്, അവൻ മാത്രമല്ല വുളൂ ഉറങ്ങാൻ കിടക്കും വുളൂ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടിയാണ്. കഴിയുന്ന ആളുകളൊക്കെയും അത് എടുക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അപ്പൊ തൊലി ചേരലാണ്. വൽ മുറാദു ബിൽ ബശറത്തി ഹുന, ഇവിടെ തൊലി ബശറത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, തൊലി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറു ശൈരി വസ്സിന്നി വല്ലുഫ്രി, മുടി, പല്ല്, നഖം, ഇതല്ലാത്തത്. അപ്പൊ ഇത് മൂന്നും മാത്രമാണ് തൊലിയുടെ പുറത്തു വരുന്നത്. വൈറു ശൈരി വസ്സിന്നി വല്ലഫിരി, മുടി, പല്ല്, നഖം, ഇതല്ല. ഒരു പെണ്ണിന്റെ രോമം എവിടെയെങ്കിലും കണ്ടു, അതെടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ തൊട്ടു പോവുകയോ ചെയ്തു, വുളൂ മുറിയൂല. പെണ്ണിന്റെ രോമം അങ്ങനെ കാണാൻ പാടില്ല, പെണ്ണിന്റെ മുടി അങ്ങനെ കാണാൻ പാടില്ല. പെണ്ണിന്റെ മുടി കുഴിച്ചിടണം. കാരണം അവൾ എല്ലാം മറക്കപ്പെടേണ്ടതാണ്, അവളുടെ മുടിയും മറക്കപ്പെടേണ്ടതാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. സഹോദരിമാര് സ്വാഭാവികമായി മുടിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കൃത്യമായി ഇതാക്കില്ല, എല്ലായിടത്തും സുമാറാക്കുന്ന ഒരു പതിവ് പൊതുവെ കാണാം. ഏതായാലും മുടി കൃത്യമായി മറക്കേണ്ടത് സഹോദരിമാരുടെ ബാധ്യതയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അപ്പോ മുടിയല്ലാത്തത്, മുടി തൊട്ട വുളൂ മുറിയൂല. അതുപോലെ പല്ല്, അതുപോലെ നഖം. കാല ശൈഖുന, ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞിരിക്കുന്നു. ആരാ ശൈഖുന എന്ന് പറഞ്ഞാൽ? ശൈഖുന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ ആള് പോലും ശൈഖുന എന്ന ആളാണ്. ഫത്ഹുൽ മുഈനിൽ ശൈഖുന എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ടെക്സ്റ്റ് ചെയ്യുക.
അല്ലെ? ഇപ്പൊ നമ്മൾ ഏതൊരു ഉസ്താദിന്റെ പേര് പറയുന്ന മറ്റൊരു പേരാണ് ഷെയ്ഖുന. ഫതഹുൽ മുഈനിൽ ഷെയ്ഖുന എന്ന് പറയുന്നയാൾ ഷാഫി ഇമാം എന്ന് ഒരു സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നവവി ഇമാം എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹജർ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫതുഹുൽ മുഈനിൽ ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മിദ്ലാജ് സലാം എന്ന സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലയാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല തുഹ്ഫ എന്ന വ്യാഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലയാണ്. ഷാഫി ഇമാമും നവവി ഇമാമൊന്നും അല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഷെയ്ഖുന പറഞ്ഞിരിക്കുന്നു വഗൈറു ബാത്തിനിൽ ഐനി, കണ്ണിന്റെ ഉള്ളുമല്ല, കണ്ണിന്റെ ഉള്ളും ഏതിൽ പെടുന്നില്ല, തൊലിയിൽ പെടുന്നില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. വദാലിക, ഈ ആണും പെണ്ണും തൊട്ടാ വുളു മുറിയുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ അങ്ങനെ വല്ലാതെ പറയാറുണ്ട്, അങ്ങനെ വുളു ഒന്നും മുറിയൂല എന്നൊക്കെ പറയുകയും മാത്രമല്ല, ചില ഏതോ ഒരു സഹോദരി ഇവിടെ വെച്ചോ അല്ലെങ്കിൽ മറ്റ് ബഹുമാനപ്പെട്ട നൂർ ഫൈദി ഉസ്താദിനോട് ഒരു ക്ലാസ്സിൽ ചോദിച്ചതുപോലെ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭാര്യ സുന്നിയാണ്, ഭർത്താവ് മുജാഹിദ് ആശയക്കാരനുമാണ്, എപ്പോഴും വുളുവെടുത്താൽ തൊട്ട് വുളു മുറിക്കും, വല്ലാതെ ബുദ്ധിമുട്ടിക്കുമെന്ന്. ഇവളാണെങ്കിൽ കുടുങ്ങി 4-5 വുളുവെടുക്കും, പിന്നെന്ത് ചെയ്യാനാ? ചങ്ങാധികാരനാ ഇവനെ സംബന്ധിച്ച് അങ്ങനെ ആശയം ഇല്ലാതിരിപ്പിക്കാൻ വേണ്ടി പെണ്ണിന് ചെയ്യുന്ന പണിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില ഭർത്താക്കന്മാര് ചില മുജാഹിദൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഏതായാലും ആ വിഷയത്തിൽ അവിടെ പറയാനുള്ളത് അവർ വുളു മുറിയൂലാന്ന വാദക്കാരാണ്. എന്നാൽ വുളു മുറിയുമെന്ന വാദത്തിന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്ന ന്യായം വദാലിക, വുളു മുറിയുമെന്ന് പറയുന്നത് ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗല് വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ടവരുടെ കണ്ടുപിടുത്തമല്ല, ഷാഫി ഇമാമും അതുപോലെ മറ്റു അസ്ഹാബൊക്കെ കണ്ടുപിടിച്ചതിന് നമുക്ക് പറഞ്ഞിരുന്നു മാത്രം. എന്തുകൊണ്ട്? ഔലാമസ്തുമുൻ നിസാഅ, സ്ത്രീകളെ നിങ്ങൾ സ്പർശിച്ചാൽ വുളു ചെയ്യണമെന്ന് ബാക്കി ഭാഗം കാണാം. സൂറത്ത് നിസാ ആണെന്നാണ് ഓർമ്മ. സൂറത്ത് നിസാ അല്ലെ, ലാമസ്തുമുൻ നിസാ. ഒന്ന് എന്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും നോക്കിയിട്ട് ഔലാമസ്തുമുൻ നിസാ, സൂറത്ത് നിസാ സൂറത്തു മാഇദയോ ആണ്. ഒന്ന് നോക്കിയാൽ സൂറത്തു മാഇദ, സൂറത്തു മാഇദയുടെ 6-ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. ഒന്ന് നോക്കാൻ പറ്റുന്നവരാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോക്കി അറിയിച്ച ഉപകരിക്കും. സൂറത്തു മാഇദയുടെ 6-ാമത്തെ ആയത്തായിരിക്കും, അല്ലെങ്കിൽ സൂറത്തു മാഇദയുടെ 5-ാമത്തെ ആയത്ത്, രണ്ടാരെന്ന അതല്ലെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് പറയാം. അപ്പൊ ഏതായാലും ലാമസ്തുമുൻ നിസാഅ ഐ ലമസ്തു, ലാമസക്ക് വേറെയും അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച അർത്ഥം ലമസ്തും എന്നാണ്. നിങ്ങൾ സ്പർശിച്ചാൽ വുളൂ ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ വുളൂ മുറിയും എന്നാണ് ഷാഫി ഇമാമും തന്റെ അസ്ഹാബും പറഞ്ഞിരിക്കുന്നത്. മറ്റു മദ്ഹബിൽ വുളൂ മുറിയില്ല എന്നുണ്ടായേക്കാം. സൂറത്ത് നിസാ തന്നെയാണ്. ഓക്കെ, ശരി. മാഇദയല്ല, സൂറത്ത് നിസാഇന്റെ 43-ാമത്തെ ആയത്താണ് ലാമസ്തുമിൻ നിസാ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും അപ്പം അപ്പറഞ്ഞനുസരിച്ച് അപ്പോൾ മറ്റു മദ്ഹബിലൊക്കെ ഉണ്ടായേക്കാം. മദ്ഹബിനെ അനുസരിച്ചാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലാതെ സ്വയം ഖുർആനെയും ഹദീസിനെയും കണ്ടുപിടിക്കാൻ മാത്രം വളർന്നിട്ടില്ല. വളർന്നിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാമായിരുന്നു എന്ന് പറയാൻ സാന്ദർഭികമായി ഞാൻ ആവശ്യപ്പെടാൻ. മുജാഹിദുകാർക്ക് എത്രയാണോ ആയത്തും ഖുർആനും അറിയാന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. പൊതുവെ ലാ തദ്ഉ മിൻ ദൂനില്ലാഹി അഹദ, അതുപോലെ യക്ഫുറൂന ബിശിർക്കിക്കും, ഇങ്ങനെ കുറഞ്ഞ ചില ആയത്തുകളുടെ പദാനുപാത പരിഭാഷയല്ലാത്ത മറ്റൊന്നും മുജാഹിദുകൾക്ക് ഭൂരിഭാഗവും ഈ പുതിയ മുജാഹിദുകൾക്ക് അറിയാറില്ല എന്നാണ് വസ്തുത. പഴയ മുജാഹിദുകൾ കുറെയൊക്കെ അറിയുമായിരുന്നു. അറിഞ്ഞതുകൊണ്ട് തന്നെ കുറെ നന്മകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തറാവീഹ് 20 അങ്ങനെ പെണ്ണ് പള്ളി പോകണ്ട, ഖുതുബ അറബിയിൽ തന്നെ ഓതണം, ഇങ്ങനെ തുടങ്ങി പല വർത്തമാനവും പറഞ്ഞിട്ടുണ്ട്. ഇത് വിവരം കുറയും തോറും എന്തൊക്കെയോ തോന്നാണ്, അത് വിളിച്ചു പറയുകയാണ്. അതാണ് ഇന്ന് നടക്കുന്ന സംഭവം. അതുകൊണ്ടാണ് പലപ്പോഴും സംവാദവേദികളിലൊക്കെ യഥാർത്ഥ പണ്ഡിതന്മാരുടെ മുന്നിലെത്തുമ്പോ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തുകാരുടെ മുന്നിലെത്തുമ്പോൾ പേടിച്ചോടേണ്ടി വരുന്ന, അല്ലെങ്കിൽ അഞ്ഞാമിഞ്ഞ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. ഏഴ് തീയതിയോട് കൂടി ഇല്ലാതും പോയി, 7-ാം തീയതിയോട് ഇല്ലാണ്ടും പോയി. അതെ. അപ്പൊ ഏതായാലും അങ്ങനെ വരുന്നത്, ഏതായാലും സ്റ്റോപ്പ്, വിഷയം അവിടെ ചുരുക്കും. അപ്പൊ ഏതായാലും അങ്ങനെ വുളൂ മുറിയും എന്നതാണ് നമ്മുടെ
നാലാമത്തെ വുളൂ മുറിയുന്ന കാര്യമായി ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചത്. ഇൻഷാ അല്ലാഹ് 6:14 ആയിട്ടുണ്ട്. നമുക്ക് സമയം നാളെ തുടങ്ങാം. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്, ഒന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊക്കെ പലപ്പോഴും ഉണ്ടായതന്നെ 2-3 സുഹൃത്തുക്കളെ കാണുന്നില്ല. കാരണം ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം ക്ലാസ് ഉണ്ടാവലില്ല എന്നുള്ള ഉറച്ച ബോധ്യവും, വളരെ കുറഞ്ഞ സമയമാണല്ലോ, പലപ്പോഴും മുടങ്ങുന്നത് കൊണ്ടുള്ള ഇല്ലായ്മ പ്രതീക്ഷിച്ചുകൊണ്ടും ആവാം എന്നറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു ഉചിതമായ പരിഹാരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹു അവർക്കും നമുക്കും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജലക്ഷാമം നേരിടുമെന്ന് തോന്നുന്നു. അല്ലാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ നാടുകളെയൊക്കെ ജലക്ഷാമത്തിന് തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ജീവിക്കാൻ നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷകടങ്ങളുടെയൊക്കെ നേതാക്കൾ, ഇവർക്കൊക്കെ അല്ലാഹു മരിച്ചുപോയവർക്ക് അല്ലാഹു ഉഖ്റവിയായ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.